നമ്മള് പഠിച്ചിരുന്നത് സമ്മ് കാണാൻ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണുവാനുള്ള അവസാന ഭാഗം പഠിച്ച് നമ്മൾ പാഠം തീർത്തു. ഇന്ന് നമ്മൾ പാഠത്തിലെ കണക്കുകൾ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആണോ? ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ഈ പാഠത്തിലെ കണക്കുകൾ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഒരു കണക്ക് കൊണ്ട്, ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, നമുക്ക് ആ കണക്ക് ചെയ്യാം. ഇങ്ങോട്ട് പോലെ. അപ്പൊ ഇതിൽ വരുന്ന ഹിന്ദികൾ ഞാൻ ബോർഡിൽ എഴുതും. ഉത്തരം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഈ പാഠം മൊത്തം പഠിച്ച് തീർത്തേ പോകുള്ളൂ. ഓക്കെ, ഹലോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഹിന്ദികൾ F is equal to 7. F is equal to 7 and one difference D is equal to 5. നമുക്ക് രണ്ട് ഹിന്ദി തന്നിട്ടുള്ളൂ. ഓക്കെ, ചോദ്യം ഇതാണ്. 7 പൊതുവ്യത്യാസം 5. അപ്പൊ ചോദ്യം എഴുതിക്കോ. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ്. എന്താ പറഞ്ഞിരിക്കുന്നേ? 7 പൊതുവ്യത്യാസം 5 ശ്രേണി എഴുതാൻ റൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 7 and കോമൺ ഡിഫറൻസ് 5. എങ്ങനെ എഴുതും? എങ്ങനെയാ നമ്മൾ കണക്ക് എഴുതുന്നത്? ഒന്നാമത്തെ ചോദ്യമാണ് റൈറ്റ് ദ സീക്വൻസ്. തന്നിരിക്കുന്ന ശ്രേണി എഴുതാൻ, അല്ലേ? ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്നാമത്തെ ചോദ്യമാണ്. ഈ തന്നിരിക്കുന്ന സീക്വൻസ് നോക്കി. ഒന്നാം പദം എഫ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 7, അല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണിത്. സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടേം 7. അപ്പൊ സെക്കൻഡ് ടേം എന്തായിരിക്കും? സെക്കൻഡ് 7 പ്ലസ് 5 എത്രയെന്ന് വന്നു? 12. അപ്പൊ അടുത്ത ടേം എത്ര? 12 പ്ലസ് 5 എത്രയാണ്? 17. ഓക്കെ. Then next one 22. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതി. എന്താ പറഞ്ഞിരിക്കുന്നേ? 7 സീക്വൻസ് എഴുതാൻ, ശ്രേണി എഴുതാൻ എഴുതി. ഓക്കെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് the 22nd term of the sequence. തന്നിരിക്കുന്ന ശ്രേണിയുടെ 22ാം പദം കണക്കാക്കുക. തന്നിരിക്കുന്ന ശ്രേണിയുടെ 22ാം പദം കണക്കാക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക. അപ്പൊ എങ്ങനെ കണ്ടെത്താം? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്തും? നമ്മൾ X22 എന്ന ഇക്വേഷൻ, അല്ലെ 22ന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? ഇക്വേഷൻ. അപ്പം X22 എന്ന് പറഞ്ഞാൽ ഒന്നാം പദം അധികം എന്താണ്? n-1 into d ആണല്ലോ. ഇതിലേക്ക് എല്ലാത്തിനും വിലയിട്ട് കൊടുക്കുക. F എത്രയാണ്? 7 പ്ലസ് 22ൽ നിന്ന് പോയാൽ 21. ഇനി എന്ത് ചെയ്യുക? 21 ഗുണം 5 എത്രയെന്ന് കിട്ടും? അപ്പം ബ്രാക്കറ്റ് ഇട്ടതിന്റെ ഉദ്ദേശം അത് ആദ്യമേ തന്നെ ചെയ്യണം. 21 ഗുണം 5 എത്ര? 20 ഗുണം 5 എത്രയാണ്? 105. 105. 7 അധികം 105. ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ്? ബോർഡ് ആണോ? കാണാം. 7 അധികം 105. അപ്പൊ അടുത്ത എത്ര വരും? 110. 7 അധികം 112. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 22nd ടേം 22ാം പദം, അല്ലേ? 22nd ടേം 22ാം പദം എത്രയാണ്? 112 നമ്മള് കണ്ടെത്തി.
ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യം കണ്ടെത്തി. ആണോ? അല്ലേ? ഒരേ ചോദ്യം രണ്ട് കാര്യം. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് ദി ഗിവൺ സീക്വൻസ്. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. ഓക്കെ, ബീജഗണിത രൂപം നമ്മൾ എങ്ങനെ എഴുതുന്നത്? ബീജഗണിത രൂപം നമ്മൾ എങ്ങനെ എഴുതുന്നത്? ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. xn കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? xn കണ്ടെത്തണം. എന്നിൽ വെച്ച് ബാക്കി എല്ലാവർക്കും എന്തിട്ട് കൊടുക്കണം? വിലയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കിത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു, അല്ലെ? xn ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു t. ഇതാണ് ഈ ഇക്വേഷനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട്, മൂന്നാമത്തെ ചോദ്യമാണ്, ഇതിനെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഇക്വേഷൻ കണ്ടെത്താൻ പോവുകയാണ്. xn is equal to, ഞാൻ താണ്ടി ഈ ഡീനെ ബ്രാക്കറ്റിലുള്ളതിനെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പോവാ. ഡീനെ ബ്രാക്കറ്റിലുള്ളതിനെ കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ d ഇൻറ്റു n dn. ഓക്കെ, അടുത്തത് എന്തുണ്ട്? d ഇൻറ്റു -1, d ഇൻറ്റു -1 എന്തെന്ന് വരും? -d. പിന്നെ ഇവിടെ ആരുണ്ട്? ഒരു പ്ലസ് എഫും. ആണോ? ഇനി ഇതിനെ ഒന്നുകൂടെ ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാ. അപ്പൊ xn is equal to dn plus f, dn plus f minus. അപ്പൊ എല്ലാരും താണ്ടി ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേ. xn സമം dn പ്ലസ് f മൈനസ് d. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് എന്ത് കണ്ടെത്താം? ബീജഗണിത രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം. അപ്പൊ നമുക്കിത് ഈ ഇക്വേഷനാണ് ഇനി ജനറൽ ഫോം കണ്ടെത്താൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എഴുതിയെടുത്തല്ലോ? ഞാനത് വായിച്ചു. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. അപ്പൊ അതിനെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? xn എന്നാ വിളിക്കുന്നത്. ഓക്കെ, 5 എന്നിന് വില ഇട്ട് കൊടുക്കേണ്ട 5n പ്ലസ് എഫ് എത്രയാണ്? 7 മൈനസ് 5. എന്തെന്ന് കിട്ടി? 5n പ്ലസ് 2. അപ്പൊ xn എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത് നമുക്ക്? ജനറൽ ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്തെന്ന് കിട്ടി? 5n പ്ലസ് 2. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത്. ഓക്കെ, ഇനി ഈ ബീജഗണിത രൂപം കൊണ്ടുള്ള ഗുണങ്ങളൊന്ന് പറഞ്ഞേ. ബീജഗണിത രൂപം കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞേ. ഉറപ്പിക്കാൻ വേണ്ടി. ബീജഗണിത രൂപം കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ബീജഗണിത രൂപത്തിലെ എന്നിന് എന്ത് വില ഇട്ട് കൊടുത്താലും, ബീജഗണിത രൂപത്തിലെ എന്നിന് എന്ത് വില ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ആ പദം കിട്ടും. ഇനി എന്നിന് 10 എന്ന വില ഇട്ട് കൊടുത്താൽ 10ാമത്തെ പദം കിട്ടും. 10 എന്ന വില ഇട്ട് കൊടുത്താൽ 10ാം പദം കിട്ടും. എന്നിന് 1 എന്ന വില ഇട്ട് കൊടുത്താൽ 1ാം പദം കിട്ടും. നമ്മൾ എഴുതിയ ബീജഗണിത രൂപം ശരിയാണോ എന്നറിയാൻ, ബീജഗണിത രൂപം ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, പരിശോധിച്ചു നോക്കണം, അല്ലെ? പരിശോധിച്ചു നോക്കാൻ എന്തിട്ട് കൊടുക്കുക? n is equal to 1. എന്നിന്റെ വില 1 ആണെന്ന് കരുതുക. എന്നിന്റെ വില 1 ആണെന്ന് കരുതി എന്ത് ചെയ്യുക? xn-ന്റെ വില കണ്ടെത്തുക. അപ്പം x1 is equal to 5n എത്രയാണ്? 5 into 1 5 പ്ലസ് എത്രയെന്ന് കിട്ടി? 7. നോക്കിക്ക് നമുക്ക് 1ാം പദം കിട്ടി. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ബീജഗണിത രൂപം എന്താണ്? ശരിയാണ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെ ബീജഗണിത രൂപം നമ്മൾ കണ്ടു, അല്ലേ? ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നു അടുത്തൊരു ചോദ്യം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു ചോദ്യം. ഓക്കെ,
Check whether 57 is a term of this sequence. തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ 57 എന്ന് പരിശോധിക്കുക. ചോദ്യം പറയാം. ചെക്ക് വെദർ 57 is a term of the given sequence. തന്നിരിക്കുന്ന ശ്രേണിയുടെ ഒരു പദമാണോ 57 എന്ന് എന്ത് ചെയ്യുക? പരിശോധിക്കുക. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 57 എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ഒരു അംഗമാണോ അല്ലെ. നമുക്ക് നോക്കണ്ടേ? നോക്കണം. നമ്മൾ എങ്ങനെ നോക്കും? എങ്ങനെ കണ്ടെത്തും? നമ്മളിപ്പോ ഒന്ന് പറയും. എന്ത് പറയും? അസ്യൂം ദാറ്റ്. എന്താണ്? വിചാരിക്കുക ഇല്ലേ, അങ്ങ് ഉറപ്പിക്കുക. 57 is a term. 57 എന്ന് പറയുന്നത് ഒരു ടേമാണ്. ബ്രാക്കറ്റിൽ nth ടേം. ഏത് ടേമാണ്? 57 എന്നുള്ളത് തന്നിരിക്കുന്ന ശ്രേണിയുടെ എന്നാം പദമാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ ആണോ? ആണ്. അപ്പം എന്നാം പദത്തിനെ നമ്മൾ എന്തെന്നാ വിളിച്ചേ? therefore xn, അതായത് xn is equal to 57. ശരിയാണോ? xn എന്ന് പറഞ്ഞാൽ 57. അതായത് 57 സമം dn പ്ലസ് f മൈനസ് d. ശരിയാണോ? ശരിയാണോ എഴുതിയിരിക്കുന്നത്? അതെ. ഇനി എന്തിട്ട് കൊടുക്കുക? ഈ പറയുന്ന ഡിക്കും എഫിനും വിലയിട്ട് കൊടുക്കുക. ഡിക്കും എഫിനും എല്ലാം വിലയിട്ട് കൊടുക്കുക. എന്നിന്റെ വില നമുക്ക് അറിയത്തില്ല. എന്നിന്റെ വില അറിയില്ല. 57 LHS അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. ഇക്വേഷന്റെ സമവാക്യത്തിന്റെ ഇടതുവശം നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഡി എൻ അല്ലെ, ഡി എൻ എത്രയാണ്? ഡി എത്രയാണ് ഇവിടെ? 5. 5n f മൈനസ് ഡി എത്രയാന്ന് വന്നു? 5n പ്ലസ് 2. f മൈനസ് ഡി എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? 7 മൈനസ് 2. അത് നേരിട്ട് എഴുതി. ഇനി നമ്മൾ ചെയ്യുക, എന്നിന്റെ എന്നിന്റെ ഒറ്റയ്ക്കാക്കണം. ബാക്കി എല്ലാവരും പടിപ്പടിയായിട്ട് നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് തലതിരിച്ചിടാൻ പോവുക. അതായത് 5n പ്ലസ് 2 is equal to 57. എന്തെന്നെഴുതി? ഒന്ന് തല തിരിച്ചെഴുതി. ഓക്കെ ആണോ? ശരിയാണോ? ശരിയാണ്. ഇനിയുള്ള കാര്യം ഞാൻ മുകളിൽ എഴുതാൻ പോവാണ്. ഇത്രയും വരെ എഴുതിയെടുത്തോ എല്ലാവരും? എഴുതി. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? xn ആണ് 57 എന്ന് വിചാരിച്ചു ഇല്ലേ. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്നിന്റെ വില കണ്ടെത്തിയാൽ മതി. എന്നിന്റെ വില കണ്ടെത്തണം. ഓക്കെ. അപ്പൊ ഇനി എന്തെന്ന് എഴുതുക? ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പം 5n is equal to 57 മൈനസ് 2. പ്ലസ് ആയിരുന്നത് കൊണ്ട് അപ്പുറത്തെത്തിയപ്പോൾ എന്തായി? മൈനസ് ആയി. ഓക്കെ. അപ്പൊ അത് എത്രയെന്ന് വന്നു? 55. അപ്പം 5n is equal to 55. 5n is equal to 55. കിട്ടിയോ? ഇനി എന്ത് ചെയ്യുക? എന്നിനെ മാത്രമാക്കുക. അപ്പൊ 5നെയും കൂടെ കൊണ്ടുപോകണം. therefore n is equal to 55/5. എന്താ ചെയ്തിരിക്കുന്നത്? 5നെ കൊണ്ട് എന്നിനെ ഗുണിച്ചിരിക്കുകയാണ്. 5നെ കൊണ്ട് എന്ന് ഗുണിച്ചിരിക്കുകയാണ്. അപ്പൊ ഗുണിച്ചിരിക്കുന്ന ഒരാളെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്തായി മാറും? ഹരണമായി മാറും. ഭാഗി. ഓക്കെ ആണല്ലോ. 55നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തെന്ന് കിട്ടും? 55നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തെന്ന് കിട്ടും? എന്തെന്ന് കിട്ടും? ആൻസർ നോക്കിക്കേ. 55 ഡിവൈഡഡ് ബൈ 5. 5 ഒരു തവണ പോയി. 5 1s are 5. അടുത്ത 5നെ ഇറക്കി. ഒരു തവണ പോയി. again 5 1s are 5. റിമൈൻഡർ 0. ഓക്കെ. ശ്രദ്ധിക്കണം. റിമൈൻഡർ കിട്ടി. ഇനി നമുക്ക് 0 ഇട്ട് കൊടുത്ത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യരുത്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടിയത് കൊണ്ട് എന്നിന്റെ വില എത്രന്ന് കിട്ടി? 11. എന്നിന് ഇതുപോലെ എണ്ണാൻ പറ്റുന്ന ഒരു സംഖ്യ, എണ്ണൽ സംഖ്യ, എന്നിന് ഒരു എണ്ണൽ സംഖ്യ കിട്ടിയാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാണ്? 57 എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ ഒരു പദമാണ്. ഓക്കെ ആണോ? സംശയമുണ്ടോ? ഇല്ല.
സാർ ഒന്നും കൂടി പറഞ്ഞുതരും. തീർച്ചയായും നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 57 എന്ന് പറയുന്ന സംഖ്യ ഈ ശ്രേണിയുടെ ഒരു പദമാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അവസാനത്തെ ഭാഗം എന്താണ് അവസാനം എന്ന് പറഞ്ഞ അത് മനസ്സിലായില്ല. അവസാനത്തെ ഓക്കെ. അപ്പൊ അവസാനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ XNലേക്ക് 57 XN ആണെന്ന് അസ്യൂം ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്ത് വന്ന് ഒടുവിലത്തെ സ്റ്റെപ്പിൽ n ഈസ് ഈക്വൽ ടു 9. n ഈസ് ഈക്വൽ ടു എപ്പോഴും ഒരു ഫ്രാക്ഷൻ ഇതുപോലെ തന്നെ കിട്ടും. നമ്മൾ വേറെ ഏത് കണക്കിലും ഇതുപോലെ ഫ്രാക്ഷൻ കിട്ടും. അതിനുശേഷം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് അല്ലെങ്കിൽ ഉത്തരം ഇല്ലേ, ഭാഗിച്ചത് ഫലം എണ്ണൽ സംഖ്യ ആയിരിക്കണം. എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത എന്താ? എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത എന്താ? 1, 2, 3, 4, 5, 6 എന്ന് വരുന്ന മാത്രമോ? 5.5 എണ്ണൽ സംഖ്യയാണോ? അല്ല. അല്ല. അപ്പം എണ്ണാൻ പറ്റുന്ന സംഖ്യകൾ. അത് മാത്രമല്ല, ഇവിടെ എന്ത് കിട്ടണം? റിമൈൻഡർ 0. എന്ത് കിട്ടണം? ശിഷ്ടം 0 ആയിരിക്കണം. ശിഷ്ടം വല്ലതും വന്നാൽ 57 എന്താവില്ലായിരുന്നു? ഈ ശ്രേണിയുടെ അംഗം ആവില്ല. ഈ ശ്രേണിയുടെ അംഗം ആവില്ല. അപ്പൊ 11 ഇല്ലേ? അപ്പം എന്നിന്റെ വില കിട്ടി. എന്നിന് ഒരു എണ്ണൽ സംഖ്യയുടെ വില കിട്ടിയത് കൊണ്ട്, എന്നിന് ഒരു എണ്ണൽ സംഖ്യയുടെ വില കിട്ടിയത് കൊണ്ട് 57 എന്താണ്? ഈ ശ്രേണിയുടെ ഒരു അംഗമാണ്. ഈ ശ്രേണിയുടെ ഒരു അംഗമാണ്. ഇനി അത് എത്രാമത്തെ പദമാണ്? എത്രാമത്തെ പദമാ? എന്നിന്റെ വിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് എത്രാമത്തെ ടേം ആണ്? 11th ടേം. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതും? 57 ഈ ശ്രേണിയുടെ പദമാണ്. ഈ 57 ഈ ശ്രേണിയുടെ 11ാം പദമാണ്. The number 57 is the 11th term of this arithmetic sequence. ഈ ശ്രേണിയുടെ 11ാം പദമാണ് 57. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം കൂടെ തന്നാ ചെയ്യുമോ? ചെക്ക് ചെയ്യാമോ? ഓക്കെ. Check whether 63 is a term of the sequence. തന്നിരിക്കുന്ന ശ്രേണിയുടെ പദമാണോ 63 എന്ന് പരിശോധിക്കുക. തന്നിരിക്കുന്ന ശ്രേണിയുടെ പദമാണോ 61 എന്ന് പരിശോധിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 63 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അസ്യൂം ചെയ്യും, വിചാരിക്കും അല്ലെ, ഉറപ്പിക്കും. അന്ന് നമ്മൾ തീരുമാനിക്കും 63 എന്ന് പറയുന്നത് എന്താണ്? XN ആണ്. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതും? ലെറ്റർ അല്ലെ, അല്ലെങ്കിൽ അസ്യൂം അല്ലെ, അസ്യൂം എന്താണ്? 63 is the nth term. is the nth term. ആര്? 63 എന്നങ്ങ് പറയും. ആണോ? ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? nth ടേമിന്റെ ഇക്വേഷനിലേക്ക് 63 ഇട്ട് കൊടുക്കും. 63 is equal to എന്താണ്? 5n plus 2. 5n plus 2. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ എന്നിനെ മാത്രം ഒറ്റയ്ക്കാക്കണം. വേണ്ടേ? അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മറിച്ച് 5n plus 2 is equal to 63. Then 5n is equal to 63 minus 2. എത്ര എന്ന് കിട്ടി? 61 ആണോ? Then finally എന്നിനെ ഒറ്റയ്ക്കാക്കണം. n is equal to 61 by 5. n is equal to 61 by 5. ഇനി 61നെ 5 കൊണ്ടൊന്ന് ഭാഗിച്ചേ. 6 എത്ര തവണ പോകും? ഒരു തവണ. 5 ആണല്ലോ അല്ലേ? ബാക്കി ശിഷ്ടം 1 ഒന്നിൽ പോവില്ല. അടുത്ത ഒന്നുകൂടെ ഇറക്കി എഴുതി. എത്ര തവണ പോയി? 11ല് 2 തവണ 10. ശിഷ്ടം എത്ര വന്നു? ശിഷ്ടം 1. റിമൈൻഡർ ഇവിടെ 1 കിട്ടി. കിട്ടിയോ? കിട്ടി. റിമൈൻഡർ ഇവിടെ 1 കിട്ടിയാൽ 63 എന്ന് പറയുന്നത് എന്തല്ല? ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. എന്നിന്റെ വില എത്ര ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം എന്നിന്റെ വില എന്താ വരും? 12 1/5
അല്ല. അപ്പം അല്ല. ഒരു കൗണ്ടിങ് നമ്പർ അല്ലാത്തത് കൊണ്ട് ഇതല്ല നമ്മൾ എഴുതും 63 എന്താണ് 63 is not a term of the sequence. 63 ഈ ശ്രേണിയുടെ പദം അല്ല. ഓക്കെ ആണോ? ആ ഓക്കെ, ഇപ്പൊ ഡൗട്ട് മാറിയോ? ആ മാറി, മനസ്സിലായില്ലോ? എന്താ മോനെ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ എപ്പി തന്നെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. തന്നിരിക്കുന്ന ശ്രേണിയുടെ ആദ്യ 20 പദങ്ങളുടെ തുക കണ്ടെത്തുക. തന്നിരിക്കുന്ന ശ്രേണിയുടെ ആദ്യ 20 പദങ്ങളുടെ തുക കണ്ടെത്തുക. അപ്പൊ എന്താ കണ്ടെത്തണ്ടേ? സമ്മ്. അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാ? Sn is equal to n/2 into first term plus last term. ശരിയാണോ? ആ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? Sn is equal to ഏതാണ്? n/2 into 2f plus minus 1 into ഡി. ശരിയല്ലേ? ആ ശരിയാണോ? അപ്പൊ ഈ രണ്ട് എന്താണ് സമവാക്യങ്ങളുണ്ട്. ഇതിൽ ആരെ നമ്മൾ ഇവിടെ ഉപയോഗിക്കും? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20th ടേം അല്ലേ? ആദ്യ 20 പദങ്ങളുടെ തുക കണ്ടെത്തണം. നമുക്ക് ഇവിടെ 20ാമത്തെ ടേം തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല? ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ആരെ ഉപയോഗിക്കും? നേരിട്ട് സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോകും. നേരിട്ട് സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് Sn is equal to 2f plus n minus 1 into d. നമുക്ക് കണ്ടെത്താം, ഉത്തരം കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഞാൻ ദേ എഴുതുന്നു. അപ്പൊ ഇല്ലേ, എന്നിന്റെ വില ഇവിടെ എത്രയാണ്? 20. Sn is equal to 20/2 into ശരിയാണോ? 20/2 പറഞ്ഞാൽ എന്നിന്റെ വില എത്രയാണ്? 20. 20/2 into 2f. f 7 ആണ്. അപ്പൊ 2f എത്രയായിരിക്കും? 14. അപ്പം 14 പ്ലസ് n 20 ആണെങ്കിൽ n മൈനസ് 1 എത്രയാണ്? 19. 19 ഗുണം ഡി എത്രയാണ്? 5. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? 19 ഗുണം 5 നമ്മൾ ചെയ്യണോ? വേണം. എത്രയാണ്? 5 9s are 45. 9 5 45. I 5 4 9. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പം എത്താൻ പോകുന്നത് 20/2 into എത്രയാണ്? 14 plus 95. 14 plus 95. കിട്ടിയോ? കിട്ടി. ഇനി ഇത് രണ്ടും ഒന്നെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂട്ടുകയും ചെയ്യണം, ഇതിനെ നമുക്ക് വെട്ടുകയും ചെയ്യാം. പറ്റൂലേ? 20നെ 2 കൊണ്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ 20ന്റെ പകുതി എത്രയാണ്? 10. 10 ഗുണം 95 14 എത്രയാണ്? 95 14 90 10 100 5 4 9. അപ്പൊ 109. ശരിയാണോ? അപ്പൊ ഇനി എന്താ? 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുകയെന്നേ ഉള്ളൂ. അപ്പം 1090. അപ്പൊ ആദ്യ 20 പദം വരെയുള്ള തുക സം ഓഫ് ഫസ്റ്റ് 20 ടേം ഓഫ് ദി സീക്വൻസ് ഈസ് 1090. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് പാഠത്തിൽ പഠിച്ച അല്ലെങ്കിൽ നമ്മുടെ ഒന്നാം പാഠത്തിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒറ്റ ചോദ്യത്തിൽ ചെയ്തു.
ചെയ്തോ? സാർ ആ ഇനി ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ ഇനി ഒരു ചോദ്യവും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാഠം പൂർണ്ണമായും തീരും. സാർ എന്തെങ്കിലും ഇവിടം വരെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് സാറ് പറഞ്ഞില്ല ആദ്യത്തെ ഒന്ന് വെട്ടിയില്ലേ, അത് ചോദിക്കുവോ? അത് ചെയ്യേണ്ടി വരുമോ? ഏതാ മോനെ? സാറിപ്പം ചെയ്ത എസ് എൻ അത് SN = അതായത് നമുക്കിപ്പം nth ടേം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 20-ാം പദം തന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇല്ല. 20-ാം പദം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ 1-ാം പദവും 20-ാം പദവും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സമവാക്യമേ ഉപയോഗിക്കാവുള്ളൂ? ആദ്യത്തെ, നമ്മൾ വെട്ടിക്കളഞ്ഞ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. SN = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതാണ് ആ ഇക്വേഷന്റെ പേര്. ഓക്കെ, ഡൗട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ nth ടേം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കും. നമുക്ക് ഇവിടെ 20-ാം പദം തന്നിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം. എങ്ങനെ? ആദ്യമേ നമ്മൾ 20-ാം പദം കണ്ടെത്തണം, അതിനുശേഷം ആ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് കളയാൻ ഒത്തിരി സമയമുണ്ടോ? ഇല്ല. പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ചോദ്യം ചെയ്യാൻ കുറഞ്ഞത് 3 മിനിറ്റ് 4 മിനിറ്റ് സമയമേ നമുക്കുള്ളൂ. ഓക്കെ, ചോദ്യത്തിനകത്ത് നമുക്ക് ഒരുപാട് എഴുതേണ്ടി വരും ചിലപ്പോൾ. അപ്പൊ നമ്മൾ ഒരുപാട് സമയം കളയാമോ? നമ്മൾ എപ്പോഴും ഈസിയസ്റ്റ് മെത്തേഡ് വേണം നമ്മൾ മാത്സിൽ ഉപയോഗിക്കാൻ. വഴി ഏതാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഉത്തരം കറക്റ്റ് ആയിരിക്കണം, ചെയ്തു വന്ന വഴിയും കറക്റ്റ് ആയിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള വഴി ഉപയോഗിക്കാം, പക്ഷെ ആ വരുന്ന വഴി മര്യാദയ്ക്ക് നമ്മൾ വന്ന് കൃത്യമായ ഉത്തരം എഴുതിയാൽ ഫുൾ മാർക്ക് നമുക്ക് ആര് തരും? മാത്സിന് കിട്ടും. ഓക്കെ, നമുക്ക് സമയം കളയാനിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തു? SN = n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ ആണോ? ഓക്കെ ആണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഈ പാഠത്തിൽ? ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇല്ല. എല്ലാവർക്കും ഒരു അഭിപ്രായമാണോ? ഓക്കെ, അപ്പൊ എല്ലാവരുടെ അഭിപ്രായം ഒന്നാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ ചോദ്യത്തിലൂടെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ പാഠത്തിൽ പഠിക്കാനുള്ള എല്ലാ കണക്കുകളും നമ്മൾ ചെയ്തു തീർത്തിക്കും ഒറ്റ കണക്കില്. ഈ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ശ്രേണി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് അറിയപ്പെടുന്ന ഈ പാഠം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഈ പാഠത്തിലെ നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് കണക്ക്, കണക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ കണക്കിൽ ഞാൻ നിങ്ങൾക്ക് 2 വ്യത്യസ്ത ടേമുകൾ തരും. ഒരു സീക്വൻസിലെ 2 വ്യത്യസ്ത ടേമുകൾ തരും. ഓക്കെ, അത് മാത്രമേ നമുക്ക് ഇവിടെ ഹിന്റ് ആയിട്ട് തരുള്ളൂ. പിന്നീടാണ് ഓരോരോ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതുപോലെ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, തേർഡ് ടേം എന്താണ്? തേർഡ് ടേം അല്ലെങ്കിൽ 3-ാം പദം = 25 = 25. അടുത്തത് സിക്സ്ത് ടേം എന്താണ്? സിക്സ്ത് ടേം അല്ലെങ്കിൽ 6-ാം പദം 40. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തേർഡ് ടേം തന്നിട്ടുണ്ട്, സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്. തേർഡ് ടേം അല്ലെങ്കിൽ 3-ാം പദവും തന്നിട്ടുണ്ട്, 6-ാം പദവും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കണം ഈ ചോദ്യത്തിൽ ഇതിലെ ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി ഗിവൺ സീക്വൻസ്. തന്നിരിക്കുന്ന സമാന്തര പദങ്ങളുള്ള സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക. എന്ത് കണ്ടെത്തണം?
പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് വിത്ത് ദീസ് ടേംസ്. ഈ തന്നിരിക്കുന്ന എന്താണ് സംഖ്യകൾ അല്ലെങ്കിൽ പദങ്ങളുള്ള ശ്രേണിയുടെ എന്ത് കണ്ടെത്തണം? പൊതുവ്യത്യാസം കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ഇതിനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു പൊതുവ്യത്യാസം സമം, ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ. ആർക്കും അറിയില്ല? ആർക്കും അറിയില്ല? ഓക്കെ, നിങ്ങളിത് ശ്രദ്ധിച്ചോ. അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പൊതുവ്യത്യാസം കണ്ടെത്താൻ ഈ ഒരു അവസരത്തിൽ പൊതുവ്യത്യാസം കണ്ടെത്താനുള്ള എന്താണ് സമവാക്യം എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മലയാളത്തിൽ നമ്മൾ പറയും എന്താണ്? പദവ്യത്യാസം ഭാഗം സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ഭാഗം സ്ഥാനവ്യത്യാസം സമം. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മാത്തമാറ്റിക്സിന്റെ രൂപത്തിൽ നമ്മൾ പറയും എക്സ്. ഇവിടെ തേർഡ് ടേമിനെ ഞാൻ എക്സ് എൻ എന്നും അടുത്ത ടേമിനെ ഞാൻ എക്സ് എം എന്നും വിളിച്ചെന്നിരിക്കട്ടെ. തേർഡ് ടേമിനെ ഞാൻ എക്സ് എൻ എന്നും സിക്സ്ത് ടേമിനെ ഞാൻ എക്സ് എം എന്നും വിളിച്ചാൽ ഇവിടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ. ഓക്കെ ആണോ? ഇത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന മൂല്യങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന വേരിയബിൾസിനെല്ലാം എന്തിട്ട് കൊടുക്കണം? വിലയിട്ട് കൊടുക്കാം. വിലയിട്ട് കൊടുക്കാം. Therefore, D is equal to, നമ്മുടെ ചോദ്യത്തിൽ D is equal to XM എത്രയാണ്? 40 മൈനസ് 25 ഭാഗം എന്തുണ്ട്? M മൈനസ് M എത്രയാണ് ഇവിടെ? 6. N എത്രയാണ്? 3. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇത് സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് എഴുതിയെടുക്കുന്നുണ്ടോ എല്ലാരും? എല്ലാരും എഴുതിയെടുക്കുന്നുണ്ടോ? അപ്പം ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. 40 നിന്ന് 25 പോയാൽ എത്ര കിട്ടും? 15. 15. 6 നിന്ന് 3 പോയാൽ 3. 15നെ 3 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5. അപ്പൊ പൊതുവ്യത്യാസം എത്രയാണ്? 5. തന്നിരിക്കുന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം 5 എന്ന് കണക്കാക്കി അല്ലേ? എന്താ മോനെ? 6 മൈനസ് 3 3. ബാക്കിയൊന്ന് പറഞ്ഞുതരോ? അത് കഴിഞ്ഞിട്ടില്ലേ? 6 ഇതാണോ? 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് ആണ്. ഓക്കെ, പൊസിഷൻ സ്ഥാനം. അതിനുശേഷം പറഞ്ഞു. അതിനുശേഷം എന്താണ്? 15 ഭാഗം 3. 15നെ 3 കൊണ്ട് ഭാഗിക്കുക. അപ്പൊ എന്തെന്ന് കിട്ടും? 5 കിട്ടും അല്ലേ? 3 15 ശിഷ്ടം 0. ഇവിടെ എന്തെന്ന് കിട്ടി? പൊതുവ്യത്യാസം 5. കിട്ടിയത് എന്താണ്? കോമൺ ഡിഫറൻസ് 5. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. ആണോ? ആണോ? അതെ. ഇപ്പൊ നമ്മൾ പൊതുവ്യത്യാസം കണ്ടെത്തി. ഇനി അടുത്ത ചോദ്യം ചെയ്യാമോ? ചെയ്യാം. അപ്പൊ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ്. തന്നിരിക്കുന്ന ശ്രേണിയുടെ ഒന്നാം പദം കണ്ടെത്തുക. തന്നിരിക്കുന്ന ശ്രേണിയുടെ ഒന്നാം പദം കണ്ടെത്തുക. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ്. നോക്കാം, കണ്ടെത്താമോ? കണ്ടെത്തും. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ ഇങ്ങ് എടുക്കും. ഏത് ടേമിനെ? നമുക്ക് തേർഡ് ടേമിനെ എടുക്കാം അല്ലേ? x3 is equal to എത്രയാണ് തന്നു? 25 ആണോ? ആണ്. അപ്പം x3ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ x3 25 സമം x3യുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ടേം പ്ലസ്
ഇല്ലേ? n മൈനസ് 1 2 മൈനസ് 1 3 മൈനസ് 1 എത്ര? 2 ഇൻറ്റു ഡി. ഡി എത്രയാണ്? 5. ശരിയാണോ? ഈ എഴുതിയിരിക്കുന്ന മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഓരോന്നിനും ഫസ്റ്റ് ടൈമിന് വിലയില്ല, ബാക്കി എല്ലാത്തിനും നമ്മൾ വില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 25 സമം എന്താണ്? എഫ് അധികം 10. എഫ് അധികം 10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഫിനെ ഒറ്റയ്ക്കാക്കണം, ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? ഇങ്ങനെ തലയ്ക്ക് കൊണ്ടുവരണം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു 10 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോ എന്താകും? മൈനസ് 25 മൈനസ് 10 എത്രയാ? 15. അപ്പൊ എഫ് എത്രയാണ്? ഒന്നാം പദം എത്രയാണ്? 15. ഒന്നാം പദം എത്രയാണ്? ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 15. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒന്നാം പദവും കണ്ടെത്തി, ആദ്യം പറഞ്ഞ പൊതുവ്യത്യാസവും കണ്ടെത്തി. കണ്ടെത്തിയോ? ഇനി മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാമോ? തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് സീക്വൻസ്. തന്നിരിക്കുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. തന്നിരിക്കുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. നോക്കാം, കണ്ടെത്താം. അപ്പൊ നമുക്ക് ബീജഗണിത രൂപം കണ്ടെത്തണമെങ്കിൽ ആരൊക്കെ വേണം? ബീജഗണിത രൂപം കണ്ടെത്തണമെങ്കിൽ നമുക്ക് പദം വേണം, പൊതുവ്യത്യാസവും വേണം. വേണോ? വേണം. അപ്പൊ ഒന്നാം പദം നമ്മൾ കണ്ടെത്തി, എത്രയായിരുന്നു? 15. പൊതുവ്യത്യാസം എത്രയായിരുന്നു? 5. ഇനി ഇവയെ രണ്ടിലെയും എക്സൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു? dn പ്ലസ് എഫ് മൈനസ് ഡി. dn പ്ലസ് എഫ് മൈനസ് ഡിയിലോ അല്ലെങ്കിൽ എന്താണ്? xn ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇവയുടെ വില എന്നിന് ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ഇട്ട് കൊടുക്കുക. സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബീജഗണിത രൂപം കിട്ടും. അപ്പൊ ഞാൻ ഇതിന്റെ വില ഇട്ട് കൊടുക്കട്ടെ. തൊട്ട് മുകളിൽ ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ. അപ്പൊ xn നമ്മുടെ ഡിയുടെ xn ഈസ് ഈക്വൽ ടു ഡി എത്രയായിരുന്നു? 5. 5n ആണല്ലോ. ഇനി എഫ് എത്രയായിരുന്നു? 10. ഡി എത്രയാണ്? 5. അപ്പൊ 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 10. 15 മൈനസ് 5 ഈസ് ഈക്വൽ ടു 10. fn പ്ലസ് 10. xn is equal to 5n plus 10. xn is equal to 5n plus 10. ഓക്കെ ആണോ? ഓക്കെ, എല്ലാരും എഴുതിയോ? ഞാനത് വായിച്ചോട്ടെ. വായിച്ചു. അപ്പൊ നമ്മുടെ പാഠത്തിലെ ലാസ്റ്റ് കണക്ക് നമ്മൾ ചെയ്ത് തീർത്തു. പാഠത്തിലെ ലാസ്റ്റ് കണക്ക് നമ്മൾ ചെയ്ത് നമ്മുടെ പാഠം തീർന്നു. മാത്സിന്റെ ഒന്നാം പാഠം കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പാഠത്തിൽ ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇല്ല. പ്രയാസമൊന്നുമില്ല. അപ്പം ഈ പാഠത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും എങ്ങനെ ചോദ്യം വന്നാലും നമ്മൾ എഴുതും. ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ കോൺഫിഡൻസ്, ആ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ പാഠമാണ്. എന്താണ്? പുതിയ പാഠം. അപ്പം പുതിയ പാഠം ഏതായിരിക്കും? നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? രണ്ടാമത്തെ പാഠം അറിയാമോ? which is the second chapter of maths. ഗണിതത്തിന്റെ രണ്ടാം പാഠം ഏതാണ്? അറിയാമോ ആർക്കെങ്കിലും? ആരെങ്കിലും പറയുന്നുണ്ടോ? ആർക്കും അറിയില്ല. ഓക്കെ. നമ്മുടെ രണ്ടാം പാഠം എന്ന് പറഞ്ഞാൽ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ്. വളരെ കുഞ്ഞൊരു പാഠം, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ ഒത്തിരി നമുക്ക് വരയ്ക്കാനുണ്ട്. നമ്മൾ ഇതുവരെ വൃത്തത്തിൽ നിന്നും അറിഞ്ഞിട്ടില്ലാത്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം. വളരെ എളുപ്പമൊരു പാഠമാണ്. അപ്പൊ നമുക്ക് വൃത്തത്തിലേക്ക് പോകാം. ഓക്കെ.
വൃത്തത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വാട്ട് ഡു യു നോ അബൌട്ട് സർക്കിൾസ്? നിങ്ങൾക്ക് വൃത്തത്തെ പറ്റി എന്തൊക്കെ അറിയാം? വൃത്തത്തെ പറ്റി ആർക്കൊന്നും അറിയില്ലേ? 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നല്ലേ വൃത്തങ്ങളെ പറ്റി? ആർക്കും അറിയില്ല? ഓക്കെ, അപ്പം എന്റെ ഒരു നിങ്ങൾ എല്ലാവരും ആരും ഒന്നും പറയില്ല, അതൊന്നും ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കേർവ്ഡ് ഷേപ്പാണ്. കേർവ്ഡ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ ഒരു രൂപം. ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് വൺ. അതെന്താണ്? അടഞ്ഞ വളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കേർവ്ഡ് ക്ലോസ്ഡ് ഷേപ്പ് ഈസ് കോൾഡ് സർക്കിൾ അല്ലെങ്കിൽ വൃത്തം. ഇനി വൃത്തത്തിന്റെ പ്രത്യേകതകൾ. വൃത്തത്തിനൊരു കേന്ദ്ര ബിന്ദു ഉണ്ട്. വൃത്തത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്ര ബിന്ദു, സെന്റർ പോയിന്റ്. എന്തുണ്ട്? സെന്റർ അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു. ഓക്കെയാണോ? അപ്പൊ നോക്കിക്കേ, ഇതാണ് വൃത്തം. ഒരു കറക്റ്റ് വൃത്തമല്ല, ക്ഷമിക്കുക. നിങ്ങൾക്ക് വൃത്തം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒരു വൃത്തത്തിന്റെ എന്തെന്ന് വിളിക്കുന്നത്? സെന്റർ ഓഫ് സർക്കിൾ. വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കും. വൃത്തത്തിന്റെ കേന്ദ്രം, സെന്റർ ഓഫ് സർക്കിൾ. ഓക്കെയാണോ? മനസ്സിലായോ? ഇനി ഒരു ടേം ആണ്, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കേൾക്കുന്നതാണ്, റേഡിയസ് അല്ലെങ്കിൽ ആരം. എന്നാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ്? എന്താണ് റേഡിയസ്? അല്ലെ എന്താണ് ആരം? പറയാമോ? ആരെങ്കിലും പറയാമോ? എന്താ ആരം? എന്താണ് റേഡിയസ്? ആർക്കൊന്നും അറിയില്ല? അയ്യോ, കഷ്ടം കഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. റേഡിയസ് എന്നാൽ, റേഡിയസ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സർക്കിൾ. ഇറ്റ് ഈസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സർക്കിൾ. ഒരു വൃത്തത്തിന്റെ കേന്ദ്രവും ആ വൃത്തത്തിലേക്കുള്ള വൃത്തവും തമ്മിലുള്ള ദൂരത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആരം അല്ലെങ്കിൽ റേഡിയസ്. അതിനെ നമ്മൾ ആർ എന്ന് പറയുന്ന ചെറിയ അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും. ആ ദൂരത്തിനെ ആർ എന്ന് പറയുന്ന ചെറിയ അക്ഷരം ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കും, റേഡിയസ്. ഓക്കെയാണോ? ഓക്കെ, ഇനി അടുത്തത് വ്യാസം. എന്താണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ? എന്താണ് വ്യാസം? അറിയില്ല? എന്തായിരിക്കും വ്യാസം? വാട്ട് ഡു യു മീൻ ബൈ ഡയമീറ്റർ? അല്ലെ എന്താണ് വ്യാസം? അറിയില്ല? പറയട്ടെ. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ 2 points ഓൺ എ സർക്കിൾ. എന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ്? വൃത്തത്തിലെ 2 ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നതും. ആൻഡ് ദ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ സെന്റർ. എന്താണ്? വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖ വൃത്തത്തിന്റെ 2 ബിന്ദുക്കളെ യോജിപ്പിക്കും. അങ്ങനെയുള്ള ദൂരത്തിനെ അല്ലെങ്കിൽ ആ ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. കണ്ടോ? വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നുപോയി സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. 180 ഡിഗ്രി ആണ് ആ പോയിന്റിൽ അറൗണ്ട്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ്. അപ്പം വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നുപോയി വൃത്തത്തിന്റെ 2 ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന നേർരേഖയാണ് എന്ത്? ഡയമീറ്റർ. ഓക്കെയാണോ? ഡയമീറ്റർ നമ്മൾ ചെറിയ ഡി കൊണ്ട് സൂചിപ്പിക്കും. എന്തുകൊണ്ട് സൂചിപ്പിക്കും? ഡി കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഈ ഡയമീറ്ററും റേഡിയസും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ്? ഡയമീറ്ററും റേഡിയസും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താണെന്ന് ഇതിന്റെ അറിയുമോ?
Diameter is equal to twice of radius. എന്താണ്? Diameter is equal to twice of radius. ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. ആരത്തിന്റെ ഇരട്ടിയാണ് വ്യാസം. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും കൂടെ പറയാം. വ്യാസത്തിന്റെ പകുതിയാണ് ആരം. നമുക്ക് എന്തെന്നും പറയാം? റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ഡയമീറ്റർ. വ്യാസത്തിന്റെ പകുതിയാണ് ആരം. സംശയം ഇല്ല. ഇല്ല, വ്യക്തമായി മനസ്സിലായി. എന്താണ് ആരം, എന്താണ് വ്യാസം? ആരവും വ്യാസവും തമ്മിലുള്ള ബന്ധം. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഒരു വൃത്തത്തിൽ എന്താവും? പ്രധാനമായി ഒരു വൃത്തത്തിൽ എന്തുണ്ടാവും? ആരവും വ്യാസവും. എന്തുണ്ടാവും? അറിയില്ലേ? അറിയത്തില്ല? പ്രധാനമായ ഒരു വൃത്തത്തിൽ എന്തുണ്ട്? കേന്ദ്രബിന്ദു ഉണ്ട്, അല്ലെങ്കിൽ സെന്റർ ഉണ്ട്. എന്തുണ്ട്? സെന്റർ ഉണ്ട്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ദ സർക്കിൾ, അല്ലേ? വൃത്തകേന്ദ്രവും വൃത്തവും തമ്മിലുള്ള ദൂരം എന്തായിരുന്നു? ആരം അല്ലെങ്കിൽ റേഡിയസ്. ആരം അല്ലെങ്കിൽ റേഡിയസ്. അടുത്തത് എന്തായിരുന്നു? വ്യാസം, അല്ലേ? വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയി വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന നേർരേഖ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ടു പോയിന്റ്സ് ഓൺ എ സർക്കിൾ, അല്ലേ? വൃത്തത്തിലെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കും. എന്തുമാണ്? മാത്രമല്ല പ്രത്യേകത എന്താണ്? ഇറ്റ് പാസസ് ത്രൂ ദ സെന്റർ ഓഫ് സർക്കിൾ. വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ അത് കടന്നു പോകും. ഓക്കെ ആണോ? കത്തിയോ? കത്തി. ഇനി നമുക്കൊരു വൃത്തത്തിൽ എത്ര റേഡിയസ് വരയ്ക്കാൻ പറ്റും? എത്ര ആരം വരയ്ക്കാൻ പറ്റും ഒരു വൃത്തത്തിൽ? എണ്ണി നോക്കിയിട്ടുണ്ടോ? എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? ഉത്തരമില്ല. 4. 4 പറ്റുള്ളൂ. കുറെ വരക്കാം. 4 400 ഇൻഫിനിറ്റി. എണ്ണം എവിടെ തീരുന്നുവോ അത്രയും ആരം നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു വൃത്തത്തിൽ വരയ്ക്കാം. ഇൻഫിനിറ്റി. എണ്ണം എവിടെ തീരുന്നുവോ അത്രയും വരെ. അപ്പൊ നമുക്ക് 1 2 100 1000 10,000 എത്ര ആരം വേണമെങ്കിലും നമുക്ക് എന്തിൽ വരയ്ക്കാം? ഒരു വൃത്തത്തിൽ വരയ്ക്കാം. എത്ര ആരം വേണമെങ്കിലും ഒരു വൃത്തത്തിൽ വരയ്ക്കാം. മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. ആ ആരത്തിന്റെ എല്ലാം അളവ് എപ്പോഴും തുല്യമായിരിക്കും. ആ ആരത്തിന്റെ അളവ് എപ്പോഴും തുല്യമായിരിക്കും. എന്താണ്? The measurement of radius will be equal at all point of a circle. ഒരു വൃത്തത്തിന്റെ എത്ര ആരം വരച്ചാലും ഏത് ആരം എടുത്താലും അവയുടെ എല്ലാം അളവ് ഒന്ന് തന്നെയായിരിക്കും. ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ നമ്മൾ വൃത്തത്തിനെ പറ്റി ഇത്രയും പോയിന്റുകൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇന്നത്തെ ചെറിയൊരു ജോലി ചെയ്യാമോ? കൊച്ചു ഹോംവർക്കാണ്, വളരെ ചെറിയൊരു ഹോംവർക്കാണ്. കൊച്ചു പിള്ളേർ ചെയ്യുന്ന ഒരു ഹോംവർക്കാണ്. ഓക്കെ. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ സർക്കിൾ. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ സർക്കിൾ drawn using a bangle. എന്താണ്? ഒരു കയ്യിലിടുന്ന വളയില്ലേ, വള ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക. ആ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തുക. ആ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തുക. നമുക്ക് കോമ്പസ് വെച്ച് വൃത്തം വരച്ചാൽ സെന്റർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആണോ? ശരിയാണോ? പക്ഷേ ഒരു കോമ്പസ് ഇല്ലാതെ വെറും ഒരു വള ഉപയോഗിച്ച് വരയ്ക്കുന്ന വൃത്തത്തിന്റെ സെന്റർ നമ്മൾ എങ്ങനെ കണ്ടെത്തും? എക്സാക്ട് സെന്റർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഓക്കെ. ഈ സെന്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ പാഠത്തിൽ ഒരു പോയിന്റ് പഠിക്കും. ഈ പാഠത്തിൽ നമ്മൾ ഒന്നാമത് പഠിക്കുന്ന പോയിന്റ് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ. സർക്കിളിന് ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെന്റർ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എ ബി എന്ന് പറയും.
ഒരു ഡയമീറ്റർ വരയ്ക്കും. എന്താണ് എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ, ശരിയല്ലേ? വൃത്തത്തിന്റെ സെന്ററിലൂടെ കടന്നു വൃത്തത്തിന്റെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച നേർരേഖ. അവയുടെ എൻഡിനെ ദ എൻഡ്സ് ഓഫ് ഡയമീറ്റർ അല്ലെ, അവയുടെ എൻഡുകളെ അല്ലെങ്കിൽ അവയുടെ അഗ്രങ്ങളെ ഞാൻ എന്ത് ചെയ്തു? വൃത്തത്തിലെ ഡി എന്ന് പറയുന്ന പോയിന്റ്, വൃത്തത്തിലെ ഡി എന്ന ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു. എയിൽ നിന്നൊരു വര ഡിയിലേക്ക്, ബിയിൽ നിന്നൊരു വര ഡിയിലേക്ക്. വരച്ചോ? വരച്ചോ? ക്ലിയർ ആണോ? ഓക്കെ. എന്നിട്ട് ഞാൻ ഇത് അളന്നു നോക്കി. ഞാനിത് എന്തോ ചെയ്തു? ഒന്ന് അളന്നു നോക്കി. ഇവയുടെ കോണുകളുടെ അളവ് ഞാൻ അളന്നു നോക്കിയപ്പോ ആംഗിൾ ബി ഡി എ അല്ലെങ്കിൽ കോൺ ബി ഡി എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കോൺ ബി ഡി എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി. ഇത് ഒരു പോയിന്റിൽ കിട്ടിയതാ. ഞാൻ എന്തെന്നറിയാവോ? ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ എടുത്തു. ഏതാ? ഇ അല്ലേ? ഈ ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എയുടെയും ബിയുടെയും എൻഡുകളെ ഞാൻ വീണ്ടും വരച്ചു. വരച്ചോ? വരച്ചോ? വരച്ചപ്പോ എനിക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അവിടെ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ എ ഇ ബി. ശരിയാണോ? അതും ഞാൻ അളന്നു നോക്കിയപ്പോ അതും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പം ഒരു വ്യാസത്തിന്റെ രണ്ട് എൻഡുകളെ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു കോൺ വരച്ചാൽ, ഒരു വ്യാസത്തിന്റെ അഗ്രങ്ങളെ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു കോൺ വരച്ചാൽ ആ കോൺ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം ഇത് ഞാൻ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടിട്ട് ചെയ്തു, വേറൊരു ഡയമീറ്റർ വരച്ചു. എന്ത് വരച്ചു? വേറൊരു ഡയമീറ്റർ വരച്ചു. ഡയമീറ്റർ പി ക്യൂ. ഡയമീറ്റർ പി ക്യൂ. കണ്ടോ? കണ്ടോ? പി ക്യൂ എന്ന് പറയുന്ന ഡയമീറ്റർ ഞാൻ എം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യിച്ചു. സർക്കിളിലെ തന്നെ പോയിന്റ് ആണ്. എം എന്ന് പറയുന്ന പോയിന്റ് ചെയ്യിച്ചു. ഓക്കെ ആണോ? ഓക്കെ. അവിടെ ഞാൻ അളന്നു നോക്കിയപ്പോ എത്രയെന്ന് കിട്ടി? ആംഗിൾ പി എം ക്യൂ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ആംഗിൾ പി എം ക്യൂ എന്താണ്? ഒരു 90. അപ്പം ഇവിടെ 3 കോണും ഞാൻ എടുത്തു. ഈ കോണുകളുടെ പ്രത്യേകത എന്തായിരുന്നു? വൃത്തത്തിന്റെ വ്യാസങ്ങളുടെ അറ്റം യോജിപ്പിച്ചതാണ് അല്ലേ? അപ്പൊ ഈ കോണുകളുടെ പ്രത്യേകത എന്താണ്? ദീസ് ആംഗിൾസ് ആർ മേഡ് ബൈ ജോയിനിങ് the ends of diameter. These angles are made by joining the ends of diameter. അല്ലേ? ഈ തന്നിരിക്കുന്ന വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രങ്ങളെ യോജിപ്പിച്ച് വൃത്തത്തിൽ ഉണ്ടാക്കിയ കോണുകളാണിത്. ആണോ? ആണ്. അതിൽ നമുക്കിവിടെ എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം നിങ്ങളുടെ വീട്ടിലെ ആരുടെയും ഒരു വള എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ സെറ്റ് സ്ക്വയർ ഉണ്ടോ? സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? അതായത് മട്ടം. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 മട്ടം ഉണ്ട്. അതിൽ ഏതെങ്കിലും മട്ടം എടുത്തിട്ട് എന്ത് വരയ്ക്കണം? 90 ഡിഗ്രി കോണ്, 90 ഡിഗ്രി കോണ് വരുന്ന ഭാഗം വൃത്തത്തിനോട് വെച്ച്, 90 ഡിഗ്രി കോണ് വരുന്ന ഭാഗം വൃത്തത്തിനോട് ചേർത്ത് വെച്ച് ആ മട്ടത്തിന്റെ 2 ഭാഗം വൃത്തത്തിൽ മുട്ടുമല്ലോ. മുട്ടുമോ? മുട്ടുമോ? മുട്ടും. മറ്റു 2 ഭാഗം മുട്ടും. ആ മുട്ടുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു 3 ലൈൻ വരയ്ക്കണം. എങ്ങനെയാ? ഈ ഒരു തവണ ഇപ്പം ഞാനത് വെച്ച് കാണിക്കുമല്ലോ, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഇത് ഞാൻ വരച്ച വൃത്തം കണ്ടോ? ഓക്കെ. എന്റെ സഹോദരിയുടെ വള എടുത്ത് ഞാൻ വരച്ച വൃത്തമാണ് എന്ത്? ഈ കാണുന്നത്. ഇനി ഞാൻ എന്തെടുത്തു? സെറ്റ് സ്ക്വയർ എടുത്തു. ഞാൻ എടുത്ത സെറ്റ് സ്ക്വയർ 60 30 90. ഏതിന്റെയാണ്? 60 30
തൊണ്ണൂറ്. ഓക്കെ, ഇത് 30, ഇത് 60, ഇത് 90. ഇനി ഈ സെറ്റ് സ്ക്വയർ ഞാൻ എടുത്തിട്ട് എവിടെ വെച്ചു? ഈ വൃത്തത്തിൽ വെച്ചു. ആണോ? അപ്പം ഈ വൃത്തത്തിൽ വെച്ചു. കണ്ട് ഇത് ഇച്ചിരി എന്റെ വൃത്തം എന്താണ്? ഒരു ഇച്ചിരി ചെറുതാണ്. എന്റെ പെങ്ങളുടെ കൈ ചെറുതായതുകൊണ്ട് ചെറിയ വൃത്തമാണ് ആണല്ലോ. ഇവിടെ 30, ഇവിടെ 60, ഇവിടെ 90 എടുത്തിട്ട് കണ്ടോ? ഇത് കണ്ടോ? കണ്ടോ? കണ്ടല്ലോ. ഇനി ഈ രണ്ട് വശങ്ങൾ കണ്ടേ, 90 ഡിഗ്രിയുടെ രണ്ട് കാലുകൾ വൃത്തത്തിൽ മുട്ടിയ പോയിന്റ് ആണ്. കണ്ടോ? ഒന്നിതും ഒന്നിതും. കണ്ടോ? കണ്ടല്ലോ. ഇനി എന്നിട്ട് ആ പോയിന്റ് കൃത്യമായിട്ട് വൃത്തത്തിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയറിങ് എടുത്തു. സെറ്റ് സ്ക്വയറിങ് എടുത്തു. കണ്ടോ? സെറ്റ് സ്ക്വയർ ഞാനിങ്ങനെ എടുത്തു. ഇപ്പൊ 2 പോയിന്റ് മാത്രമേ വൃത്തത്തിലുള്ളൂ അല്ലേ? ആണോ? ഞാൻ ജസ്റ്റ് അതങ്ങ് ജോയിൻ ചെയ്തു. ജസ്റ്റ് അതങ്ങ് ആ 2 പോയിന്റ് ഞാൻ വരച്ചു. എന്നിട്ട് അതേ മട്ടത്രികോണം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യോ? കണ്ട് 90 ഡിഗ്രി ഇവിടെ വരത്തക്ക രീതിയിൽ വെച്ചു. 90 ഡിഗ്രി എവിടെ വരണം? കണ്ട് ഇവിടെ വരത്തക്ക രീതിയിൽ ഞാൻ ഇങ്ങനെ വെച്ചു. കണ്ടോ? കണ്ടോ? അപ്പം എന്തോന്ന് കിട്ടി? വീണ്ടും 2 പോയിന്റുമായിട്ട് അതാണ്ട് ഇത് ഭാഗം കണ്ടോ? ഒന്ന് ഈ പോയിന്റും ഒന്ന് ഈ പോയിന്റും. ഓക്കെ ആണോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് കിട്ടി. ഈ 2 പോയിന്റ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഈ മട്ടത്രികോണം എടുത്ത് മാറ്റി. അപ്പൊ ഞാൻ ആദ്യം വരച്ച വരയുണ്ട്, രണ്ടാമത് ഇട്ട പോയിന്റും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഞാനങ്ങ് ജോയിൻ ചെയ്തു. ചെയ്തോ? ചെയ്തു. അപ്പം ഈ ജോയിൻ ചെയ്ത ഈ പോയിന്റ് ജോയിൻ ചെയ്ത ഈ 2 വരകളും ജോയിൻ ചെയ്ത് ഈ പോയിന്റ് ആയിരിക്കും എന്ത്? വൃത്തത്തിന്റെ കേന്ദ്രം. ഇതിപ്പോ വൃത്തം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. നിങ്ങൾ വീട്ടിൽ വരയ്ക്കുമ്പോൾ കൃത്യമായി സർക്കിൾ ഒരു വള വെച്ച് വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വൃത്തത്തിന്റെ കേന്ദ്രം ഇതുപോലെ കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്താമോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് എന്തായിരുന്നു? വൃത്തത്തിന്റെ വ്യാസം വൃത്തത്തിലേക്ക് കേന്ദ്രീകരിച്ച് കോൺ വരച്ചാൽ, വൃത്തത്തിന്റെ വ്യാസം കേന്ദ്രീകരിച്ച് ഒരു കോൺ സൃഷ്ടിച്ചാൽ ആ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. The angle made by joining the ends of diameter. Angle made by joining the ends of diameter to a point on circle. To a point on circle will make an angle of 90 degree. Will make an angle of 90 degree. Okay ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ. അപ്പൊ നമ്മൾ AP എന്ന് പറയുന്ന പാഠം തീർത്തു. അതിലെ കണക്കുകളെല്ലാം ചെയ്തു. നമ്മൾ പുതിയ പാഠമായ വൃത്തങ്ങൾ ആരംഭിച്ചു. അതിലെ ഒന്നാമത്തെ തിയറി നമ്മൾ പഠിച്ചു അല്ലേ? ഒന്നാമത്തെ തിയറി പഠിച്ചതെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മാത്രം ഒന്ന് പറഞ്ഞേ. ആർക്കൊന്നും മനസ്സിലായില്ലേ? പറഞ്ഞേ കേക്കട്ടെ. പറഞ്ഞേ കേക്കട്ടെ. ആരും പറയുന്നില്ല? സാർ ഒന്നും കൂടി പറയണോ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം സർക്കിളിന്റെ ഡയമീറ്ററും റേഡിയസും മനസ്സിലായോ? സർക്കിളിന്റെ വ്യാസവും ആരവും അല്ലേ? അപ്പൊ അതിലെ വ്യാസത്തിന്റെ 2 എൻഡുകൾ, ഒരു സർക്കിളിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങളെ ഞാൻ എന്തോ ചെയ്തു? വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? മീറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഒരു വ്യാസം. എന്താണ്? ഒരു വ്യാസം. AB എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ആണല്ലോ. ഇതിന്റെ എൻസിനെ അല്ലെങ്കിൽ ഇതിന്റെ അറ്റം ഈ A എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ D എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുകയാണ്, മീറ്റ് ചെയ്യിക്കുകയാണ്. കണ്ടോ? ഓക്കെ ആണോ? അതുപോലെ B എന്ന് പറയുന്ന പോയിന്റിനെയും അതേ ഡിയിൽ ഞാൻ കൊണ്ട് ജോയിൻ ചെയ്യിച്ചു. ഓക്കെ, ഓർക്കുക
ഡി എന്ന് പറയുന്ന ബിന്ദു സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഡി ഈസ് എ പോയിന്റ് അറ്റ് സർക്കിൾ. ഡി ഈസ് എ പോയിന്റ് അറ്റ് സർക്കിൾ. എവിടെയാണ് ഡി എന്ന് പറയുന്ന പോയിന്റ്? എവിടെയാണ്? വൃത്തത്തിലാണ്. ഡി എവിടെയാണ്? വൃത്തത്തിലാണ്. എ ബി എന്ന് പറയുന്നത് വ്യാസവുമാണ്. എ ബി വ്യാസവുമാണെങ്കിൽ ഇവിടെ കിട്ടിയ കോണ് അല്ലെങ്കിൽ ആംഗിൾ എ ഡി ബി ഓക്കെ ആണോ? ആംഗിൾ എ ഡി ബി ഇതാണ് ഈ കോണ്. കണ്ടോ? ഈ കോൺ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പൊ പഠിച്ച തിയറി. അപ്പം വ്യാസത്തിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ എൻഡുകളെ, അഗ്രങ്ങളെ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? മട്ടമായിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞേ തിരിച്ച്. 90 ഡിഗ്രി ആയിരിക്കും ഓരോ ഇത് വരയ്ക്കുമ്പോൾ, ആംഗിൾ വരയ്ക്കുമ്പോൾ. ആംഗിൾ എങ്ങനെയായിരിക്കും? ആംഗിളിന്റെ പ്രത്യേകത. ആംഗിൾ എങ്ങനെയാ നമ്മൾ വരച്ചത്? മട്ടം അല്ല, അത് മട്ടമാണ്. അതെങ്ങനെയാ നമ്മൾ വരച്ചത്? എങ്ങനെയായിരുന്നു? വ്യാസത്തിന്റെ അറ്റം. മോൻ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം. ദ എൻഡ്സ് ഓഫ് ഡയമീറ്റർ എന്താണ്? ദ എൻഡ്സ് ഓഫ് ഡയമീറ്റർ ഈസ് ജോയിൻഡ് ടു എ പോയിന്റ് ഓൺ സർക്കിൾ. പറഞ്ഞേ. ദ എൻഡ്സ് ഓഫ് ഡയമീറ്റർ പറ. ദ എൻഡ്സ് ഓഫ് ഡയമീറ്റർ joined to a circle. Joined to a point on circle. Will make an angle of 90 degree. വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അറ്റം അല്ലെങ്കിൽ അഗ്രങ്ങളെ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാൽ അവിടെയുണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ മട്ട കോൺ ആയിരിക്കും. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോജിയ ഫിലിപ്പിന് മനസ്സിലായോ മോനെ? സോജിയ ഫിലിപ്പിന് മനസ്സിലായോ? സോജിയ ഫിലിപ്പ് എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് തീരാൻ പോവുകയാണ്. അപ്പൊ ആർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു വർക്ക് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു വള ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മട്ടങ്ങൾ ഉപയോഗിച്ച് എന്ത് കണ്ടെത്തുക? വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.